കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് 87 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഡിവോഴ്സിന് വേണ്ടി ഒരു ജഡ്ജിന് മുന്നിൽ പോയപ്പോഴുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ അറിയാവുന്ന ഒരു കൂട്ടുകാരി, ഓക്കെ, ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പേര്. സോ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എല്ലാവരും അവളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു, അവരുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും. സോ അവൾ എന്താണ് ആ ജഡ്ജിനോട് പറഞ്ഞത്, അവർ ചോദിച്ചു എന്താ പറ്റിയത്, എന്തിനാണ് ഈ 87 ദിവസം കൊണ്ട് നിങ്ങൾ ഈ വിവാഹം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ പറഞ്ഞു ഭർത്താവ് വിചാരിച്ചു ഓക്കെ ഞാൻ അവളെ അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, സോ ഹീസ് വെരി കോൺഫിഡൻറ്റ്, ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങാതിരിക്കാം. പക്ഷേ അവൾ ജഡ്ജിനോട് പറഞ്ഞു എനിക്ക് എല്ലാം ഓക്കെയാണ്, പക്ഷേ പുള്ളിക്കാരൊരു റെസ്പെക്റ്റേ ഇല്ല, ഭയങ്കര തെറ്റായിട്ട് ചീത്ത വിളിക്കുന്നു. സോ ഷീസ് വെരി വെരി സാഡ്. എനിക്ക് എൻ്റെ റൈറ്റ്സ് വേണം, ഞാൻ പുള്ളിക്കാരനെ ജയിലിൽ അയക്കാനൊന്നും ഒന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് സമാധാനം വേണം, അങ്ങനെ പറഞ്ഞു. ഒരു പെണ്ണിനെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു ആണ് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ചീത്ത പറയുക, അതാണ് വേസ്റ്റ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നത്. സോ മെനി ഗേൾസ് ക്യാൻ റിലേറ്റ് ദിസ്, എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ എവിടെ വന്നതെന്ന് വെച്ചാൽ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണ്. സത്യം പറയല്ല, ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം അത് വേറെ എവിടെയും കിട്ടത്തില്ല. കുളിക്ക് സർബത്ത് കുടിച്ച് അടിപൊളി ട്രിപ്പായിരുന്നു.